നമുക്ക് നാളെ ചിലപ്പോൾ നമുക്കായിരിക്കും ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പം നമ്മളെ സഹായിക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മുമ്പോട്ട് വരണമെങ്കിൽ നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊരു പൂർണ്ണ മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പം തന്നെ ഇച്ചിരി കുറവായി പോയി എങ്കിലും 60 ഉള്ളൂ. ഞങ്ങൾ 600 രൂപ കുഞ്ഞു കൊടുത്തു. അതിൽ കൂടുതൽ തരാൻ മനസ്സായിരുന്നു. അൽ അമീൻ ബസ് പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും വടശ്ശേരിക്കരയിലേക്ക് സർവീസ് പുറപ്പെട്ടു. കണ്ടക്ടർ അബ്ദുൾ അസീസിന് യാത്രക്കാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. വയനാട്ടിലെ കൊടുക്കാൻ വേണ്ടിയിട്ട് കളക്ഷൻ എവിടെ ഇറങ്ങുന്നേ? വടശ്ശേരിക്കര 10 രൂപ. ഓക്കെ, എല്ലാവരുടെയും മനസ്സോട് സംഭാവന ചെയ്യുക. എവിടെ ഇറങ്ങുന്നേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കളക്ഷന് വയനാട് ദുരിതം സംഭവിച്ചവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങായിട്ട് കൊടുക്കുക. ഞങ്ങളുടെ ശമ്പളമൊന്നും ആരും എടുക്കുക. ഞങ്ങളുടെ എല്ലാ വണ്ടികളും, അവിടെ 6 വണ്ടികളുണ്ട്. 6 വണ്ടികളിൽ നിന്ന് ഓടുന്ന പൈസ അതിനുവേണ്ടി കൊടുക്കുക. ഈ സഹോദരി 60 രൂപ ടിക്കറ്റിന്റെ സ്ഥാനത്ത് 600 രൂപ നൽകി. ഇനിയും കൊടുക്കണമെന്നുണ്ടായിരുന്നു. കയ്യിൽ ഇത്രയേ ഉള്ളൂ. നിസ്സഹായതയോടെ ചേച്ചിയുടെ മറുപടി 600 അത് ഇച്ചിരി കണ്ടതിന് ആശുപത്രി പോയിട്ട് വരുമായിരുന്നു. 60 ഉള്ളൂ. ഞങ്ങൾ 600 രൂപ കുഞ്ഞു കൊടുത്തു. 600 കൊടുത്തു. അത്രേ ഉള്ളായിരുന്നു. അതിൽ കൂടുതൽ തരാൻ മനസ്സായിരുന്നു. എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഭൂമിയില്ല, വസ്ത്രമില്ല, ഒന്നുമില്ലാതെ അലയുക. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അൽ അമീന്റെ 6 ബസ്സുകളിലെ ഇന്നത്തെ ടിക്കറ്റ് കളക്ഷൻ തുക മുഴുവൻ വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനായി സംഭാവന ചെയ്യും. ബസ് ഉടമയോട് ജീവനക്കാർ ഇക്കാര്യം പറഞ്ഞപ്പോൾ കളക്ഷൻ തുക ഏറ്റവും കൂടുതൽ കിട്ടുന്ന തിങ്കളാഴ്ച ദിവസം തന്നെ ആകട്ടെ എന്നായിരുന്നു ബസ് ഉടമയുടെ മറുപടി. ബസ് ജീവനക്കാരുടെ ഈ സൽപ്രവൃത്തിക്ക് യാത്രക്കാരുടെ പൂർണ്ണ പിന്തുണയും ലഭിച്ചു. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരും ചെയ്യുവാണെങ്കിൽ ഒരുപാട് പേർക്ക് അതൊരു സഹായമായി മാറും. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിലാണിപ്പം അവരുടെ അവസ്ഥ. അവരുടെ ഉള്ള എല്ലാ സമ്പാദ്യവും സ്വത്തും എല്ലാം പോയി. അപ്പോൾ ഇനിയും നമ്മളാ കഴിയുന്ന പോലെ എന്തെങ്കിലും സഹായിച്ചാൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് ഒരു ആശ്രയമുള്ളൂ. ഞാൻ രാവിലെയും അല്ലമ്മിന് തന്നെയാണ് വന്നത്. അപ്പോൾ എന്നോട് നമ്മുടെ സുഹൃത്ത് അതിൻ്റെ കണ്ടക്ടർ അപ്പോൾ എന്നോട് പറഞ്ഞു 6 വണ്ടിയും ഇന്ന് ഒരു ദിവസത്തെ മുഴുവൻ അവരുടെ കളക്ഷനും വയനാടിന് വേണ്ടി കൊടുക്കുവാണ്. കൂടാതെ അവർക്ക് പോലും ഇന്നൊരു ദിവസം സാലറി എടുക്കാതെ അതുവരെ അവർ ഇതിലേക്ക് മാറ്റി വെക്കുവാണ്. ഡീസലിനുള്ള പൈസ അവർ തന്നെ മുതലാളി തന്നെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊരു എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്താൽ അതൊരു വലിയൊരു മാറ്റമായിരിക്കും. നമുക്ക് നാളെ ചിലപ്പോൾ നമുക്കായിരിക്കും ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പം നമ്മളെ സഹായിക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മുമ്പോട്ട് വരണമെങ്കിൽ നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊരു അല്ലമീൻ ബസ്സുകാർ ഒരു പൂർണ്ണ മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത്. ടിക്കറ്റ് തുകയിൽ കൂടുതൽ യാത്രക്കാർ സംഭാവന ചെയ്തെന്നും തങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളവും വയനാട് ദുരന്തബാധിതർക്കായി നൽകുകയാണെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമില്ല ഇത്. അപ്പോൾ മുതലാളിയായിട്ട് ആലോചിച്ചു. മുതലാളി പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ചെയ്തോളാം, ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. അത് തിങ്കളാഴ്ച ദിവസം ചെയ്യണമെന്നും പറഞ്ഞു. കാര്യം അവർക്കറിയാം തിങ്കളാഴ്ച ദിവസം ആളും പേരുള്ള ദിവസം അവർക്കറിയാം. അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്തോളാൻ പറഞ്ഞു. അത് നമ്മളെ പോലൊക്കെ സഹായിച്ചാലേ സർക്കാരിനെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ അവിടെ ഈ തെരച്ചിൽ നടക്കുന്നു. ഇതെല്ലാം ചിലവല്ലേ? ഇതെല്ലാം സർക്കാരിൻ്റെ പൈസയല്ലേ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ പൈസ കെട്ടിക്കഴിഞ്ഞാലേ അത് സർക്കാരിനത് ക്യാൻവാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലേ ഉള്ളൂ. സർക്കാരിൻ്റെ അത്രയും കാണത്തില്ലല്ലോ. വയനാട് ദുരന്തബാധിതരുടെ ദുഃഖം തങ്ങളുടെ കുടുംബത്തിലെ ദുഃഖം എന്ന പോലെയാണ് എല്ലാ മലയാളികളും കരുതുന്നത്. ഇങ്ങനെ സന്മനസ്സുള്ള മലയാളികൾ എണ്ണിയാൽ തീരാത്ത വിധം ഉള്ളപ്പോൾ വയനാട് ദുരന്തബാധിതർ ജീവിതത്തിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. കുമ്പഴ, വയലപ്പുറ, മണ്ണാറക്കുളഞ്ഞി, വടശ്ശേരിക്കര, പെരുതാടെത്തിക്കുകയും പെരുതാട്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ഇങ്ങനെയാണ് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി പ്രയത്നിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുകുന്നൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.